മഴത്തോരു മുൻപ് എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഡയറി വലിപ്പത്തിലുള്ള ഫോട്ടോ ആൽബങ്ങൾ. അലീന ഓരോ പേജുകൾ തുറന്ന് ഓരോ ഫോട്ടോഗ്രാഫുകളും തുടച്ചെടുക്കുകയാണ്. വലിയൊരു നിധി കണ്ടെത്തിയതുപോലെയാണ് അവളുടെ മുഖത്തെ ഭാവവും ആനന്ദപ്രകർഷവും. സ്റ്റാൻലിയും കുറച്ചു സമയം മറ്റേതോ ലോകത്തായിരുന്നു. അയാളുടെ മനസ്സിൽ പോയ കാലത്തിന്റെ സ്മരണകൾ അലതല്ലുവാൻ തുടങ്ങി. അലീന പൊടി തട്ടിയെടുക്കുന്ന ഫോട്ടോഗ്രാഫുകൾ പോലെ ചില ഓർമ്മകൾ കാലത്തിന്റെ മാറാലകൾ മാറ്റി തെളിഞ്ഞു വന്നു. അപ്പോഴെല്ലാം അയാളുടെ ഹൃദയം താരല്യത്തിൽ മുങ്ങി. ചില ഓർമ്മകൾ നിറം മങ്ങിപ്പോയ ഫോട്ടോകൾ പോലെ അവ്യക്തമായി തന്നെ ശേഷിച്ചു. എങ്കിലും ഉത്തരേന്ത്യയിലെ മഞ്ഞുകാലത്തിന്റെ ഏതൊക്കെയോ നടപ്പാതകളിൽ മൂടൽ മഞ്ഞിലൂടെ നടന്നു വരുന്ന സുന്ദരിയായ വൈജയന്തി അയാളുടെ മനസ്സിൽ തെളിയുകയും മായുകയും ചെയ്തു. ചിലപ്പോഴെല്ലാം അവളോടൊപ്പം മുട്ടിയുരുമി നടന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ താൻ തന്നെയായിരുന്നുവെന്ന് അയാൾ മനക്കണ്ണിലൂടെ കണ്ട് തിരിച്ചറിഞ്ഞു. പ്രണയലോലുപരായ യുവതിയും യുവാവും, അവരുടെ കണ്ണുകളിലെ വികാരത്തിളക്കം, അവരുടെ ചോരയിലെ ചൂടും ആവേശവും, അവരുടെ ഹൃദയത്തിലെ സ്നേഹാർദ്രതയും സ്വപ്നങ്ങളും എല്ലാം കാലത്തിന്റെ പഴക്കത്തിൽ പൊടിയും മാറാലയും പിടിച്ച് ഏതാനും മങ്ങിയ ചിത്രങ്ങളായി ചലനമറ്റ് കിടക്കുന്നു. സ്റ്റാൻലിയുടെ ഡയറികൾ പൊടി തൂത്ത് അലീന അയാളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. സ്റ്റാൻലി അലസമായി പേജ് മറച്ചു. ജയന്തിയുടെ ഗംഗത്തിന് സ്ഥലം മാറ്റം. ഡൽഹിയിലുള്ള ആർമി ക്വാർട്ടേഴ്സിലേക്ക്. ജയന്തിയെ കൊണ്ടുപോകുമോ അതോ നാട്ടിലേക്ക് അയക്കുമോ? ഞാൻ വീണ്ടും ആഗ്രയിൽ തനിച്ചാകുമോ? എനിക്ക് പക്ഷേ ഇനി ജയന്തി ഇല്ലാതെ ജീവിക്കാൻ വയ്യല്ലോ. അവൾക്ക് എന്നെ വേണ്ടേ? സ്റ്റാൻലി പെട്ടെന്ന് ഡയറി കുറിപ്പിൽ നിന്ന് കണ്ണുകളെടുത്ത് അലീനയെ നോക്കി. അവൾ വൈജയന്തിയുടെ ഏതോ ഫോട്ടോഗ്രാഫ് എടുത്ത് തൂത്തുമിനുക്കി അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. സ്റ്റാൻലി ഡയറി അടച്ചു വെച്ചു. നിനക്ക് ഉറങ്ങണ്ടേ? ഇനി മതിയാക്ക്, അലീനയോട് സ്റ്റാൻലി പറയുകയാണ്. പപ്പയ്ക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലേ? എന്നാൽ ഞാനിത് എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ പപ്പ? എന്തിന്? വേണ്ട, എല്ലാം ഒന്നുകൂടെ തൂത്ത് തുടച്ചിട്ട് നാളെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം, പോരെ? ഇത്രയൊക്കെ തുടച്ചത് മതി. ഇതെന്താ വലിയ ട്രഷറാണോ ഇത്രയ്ക്ക് മിനുക്കി വെക്കാൻ? പപ്പയ്ക്ക് വിലയിലായിരിക്കും, നടക്കാതെ പോയ സ്വപ്നങ്ങളല്ലേ. പക്ഷേ എനിക്കിത് വലിയൊരു നിധിയായിട്ടാണ് തോന്നുന്നത്. എൻ്റെ പപ്പയും എൻ്റെ അമ്മയും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ അടയാളങ്ങളല്ലേ ഇത്. നീ ഇത് റൂമിൽ കൊണ്ടുപോയാൽ ആ മേനോൻ്റെ മോളിതൊക്കെ കാണില്ലേ? കാണട്ടെ, കണ്ടാലെന്താ? അവൾ എന്തു വിചാരിക്കും? അവളുടെ അമ്മയെ വേറൊരുത്തൻ്റെ കൂടെ ഇങ്ങനെ കണ്ടാൽ അവൾക്ക് ഭയങ്കര ഷോക്കായിരിക്കും. നീ കാണുന്ന കണ്ണുകൊണ്ടായിരിക്കില്ല അലീന അവളിത് കാണുന്നത്. മാത്രവുമല്ല, പിന്നെ വിശദീകരിക്കാൻ നിൽക്കണ്ടേ? നീ ആരാ, ഞാൻ ആരാ, വൈജയന്തിയുമായിട്ടുള്ള കണക്ഷൻ എന്താ എന്നൊക്കെ? പപ്പ, ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവൾക്കറിയാം ഞാനും അവളും ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവരാണെന്ന്. എല്ലാം എനിക്ക് അവളോട് പറയേണ്ടി വന്നു. സ്റ്റാൻലി അവിശ്വസനീയതയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. വൈജയന്തി പറഞ്ഞു? ഇല്ല, പക്ഷെ അറിയും. രഹസ്യത്തിന് ഇനി അധികം ആയുസ്സൊന്നുമില്ല. അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സിന് കേസായി. അവർ തമ്മിൽ ഇപ്പം തന്നെ പിരിഞ്ഞു. അമ്മ വാടക വീട്ടിൽ, അച്ഛൻ ഒറ്റയ്ക്ക് കടപ്പാട്ടൂരെ വീട്ടിൽ. മക്കൾ 3 പേരും എന്നെ കൂട്ടാതെ ആകട്ടോ 3 സ്ഥലത്ത്. ഇനി അവസാനത്തെ ഒരു പൊട്ടിത്തെറി മാത്രമേ സംഭവിക്കാനുള്ളൂ. സ്റ്റാൻലി മൗനമായിരുന്നു. പപ്പയുടെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പപ്പ എന്തെങ്കിലും അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിച്ച അലീനയെ നിരാശപ്പെടുത്തിക്കൊണ്ട് സ്റ്റാൻലി കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൾ പറഞ്ഞു, ഗുഡ് നൈറ്റ് പപ്പ. ആ, ഗുഡ് നൈറ്റ്. അലീന ആൽബങ്ങളുമായി തൻ്റെ മുറിയിലേക്ക് പോയി. ബബിത പരിഭവിച്ച് കാത്തിരിക്കുകയായിരുന്നു. അവൾ ചോദിക്കുകയാണ്, എത്ര നേരമായി പോയിട്ട്? ഒരു ഗുഡ് നൈറ്റ് പറയാൻ ഇത്രയും സമയം വേണോ? സോറി മോളെ, ഞാനവിടെ ചെന്നപ്പോൾ പപ്പയുണ്ടല്ലോ നിന്റെ പടം എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പടമോ? അതെങ്ങനെ അലീന ചേച്ചിയുടെ പപ്പയുടെ കയ്യിൽ എൻ്റെ പടം വന്നു? ദാ നോക്ക്. അലീന തൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫുകളും ആൽബങ്ങളും ബബിതയെ കാണിച്ചു. വൈജയന്തിയുടെ ചിത്രങ്ങൾ കണ്ടതും ബബിതയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. എൻ്റെ ഈശ്വര, അമ്മയല്ലേ ഇത്? അലീന പുഞ്ചിരിയോടുകൂടി തലയാട്ടി. ബെഡിന് മീതെ ചമ്രം പിടഞ്ഞിരുന്ന് ബബിത അതിശയത്തോടെ ഫോട്ടോകൾ ഓരോന്നോരോന്നായി നോക്കി. അമ്മയ്ക്ക് എന്തൊരു ചെറുപ്പമായതിൽ. നിന്നെപ്പോലെ തന്നെ അല്ലേ? യോ, ഞാനിത്രയും സുന്ദരിയൊന്നും അല്ല അലീന ചേച്ചി. അമ്മയുടെ വാലേ കെട്ടാൻ കൊള്ളില്ലല്ലോ എന്നെ. ഇത് എവിടെ ഇരുന്നു ചേച്ചി? പപ്പ പാത്തു വെച്ചിരുന്നതാ, പഴയ ചില ഡയറി കുറിപ്പുകളും ഫോട്ടോഗ്രാഫുകളുമൊക്കെ. പുറമേ വലിയ പട്ടാളക്കാരൻ്റെ ഉരുക്ക് ചട്ടയൊക്കെയാണെങ്കിലും പപ്പയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില നഷ്ടബോധങ്ങളൊക്കെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുരുകി സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ കൊതിച്ചിരുന്നിട്ടൊടുക്കം ഒരു യാത്ര പോലും പറയാതെ, ഒന്ന് കാണാൻ പോലും പറ്റാതെ ദൂരത്തേക്ക് വേർപിരിഞ്ഞു പോയതിൻ്റെ വേദനയൊക്കെ തീരെ അങ്ങ് മറക്കാൻ പറ്റുമോ? ആൽബത്തിലേക്ക് കണ്ണു നട്ട് അത്ഭുതത്തോടെ ഇരിക്കുന്ന ബബിത ഇടയ്ക്ക് ചോദിക്കുക, ഹൈ, ഇതാരാണപ്പ ഈ സുന്ദരൻ? യോ, ഇതാണ് പപ്പ. അലീന ചേച്ചിയുടെ പപ്പയോ? നമ്മളിന്ന് കണ്ട ആ തടിയൻ? ആ, അത് തന്നെ. ഷോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അലീന ചേച്ചി. ഇങ്ങനെയും മാറ്റം വരുമോ മനുഷ്യന്? ഇത് കണ്ടോ, ഇത്തിരി മെലിഞ്ഞ് നല്ല ഹൈറ്റൊക്കെ ആയിട്ട് ടോം ക്രൂയിസിനെ പോലിരിക്കുന്നു. ഈ മനുഷ്യനാണോ ഇപ്പോഴത്തെ സുമോ ഗുസ്തിക്കാരൻ? ഒന്ന് പോടി അവിടുന്ന്.
അത്രയ്ക്ക് കളിയാക്കാനും മാത്രം തടിമാടനൊന്നും അല്ല പപ്പ. എന്നാലും പണ്ട് കണ്ടിട്ടുള്ളവർ ഇപ്പം കണ്ടാൽ തിരിച്ചറിയാൻ വിഷമിക്കും, ഉറപ്പാണ്. ആ, അതൊക്കെ ശരിയാ. ഞാനിന്ന് അലീന ചേച്ചിയുടെ പപ്പയെ കണ്ടപ്പോൾ ഓർക്കുമായിരുന്നു, അമ്മ എന്ത് കണ്ടിട്ടാ ഈ ഊഞ്ചാ ബട ആത്മീയ കയറി പ്രേമിച്ചതെന്ന്. അതും ജാതി മതവും പൊസിഷനും ഒന്നും നോക്കാതെ. ഇപ്പം എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായിന്ന്? രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു, അല്ലേ ചേച്ചി? ഞാൻ വേറൊരു പടം കാണിച്ചു തരാമേ. അലീന പേജുകൾ മറിച്ച് വൈജയന്തി ഗർഭിണിയായ അവസ്ഥയിൽ സോഫയിലിരിക്കുന്ന ചിത്രം കാട്ടിക്കൊടുത്തു. പപ്പയും അമ്മയും ഒന്നിച്ച് താമസിച്ചിരുന്നപ്പോഴെടുത്ത പടമാ. എവിടെയാ ചേച്ചി ഒന്നിച്ച് താമസിച്ചിരുന്നത്? അങ്ങ് ആഗ്രയ്ക്കടുത്ത് സഞ്ജയ് പ്ലേസ് എന്ന സ്ഥലത്തൊരു വാടക വീട്ടിലാ. ഇത് കണ്ടോ അമ്മയുടെ വയറ്? ഇതിനകത്ത് ഞാനാ. വയറ്റത്ത് കൈവച്ച് പപ്പ എന്നെ തൊട്ടു നോക്കിയിട്ട് അമ്മയോടെന്തോ പറഞ്ഞ് ചിരിക്കുക. അമ്മയ്ക്ക് നാണം. ശരിക്കും ഈ വൈജയന്തി തന്നെയാണോ ഇപ്പോഴത്തെ വൈജയന്തി? പപ്പയോട് ഞാനൊരു ദിവസം ചോദിച്ചു, പഴയ വൈജയന്തി വലിയ ദേഷ്യക്കാരിയായിരുന്നു എന്ന്. പപ്പയ്ക്ക് അത് കേട്ടിട്ട് അതിശയം വരുക. ദേഷ്യമോ അഹങ്കാരമോ ഒന്നുമില്ലായിരുന്നു അത്രേ, വെറും പാവമായിരുന്നു എന്നാ പപ്പ പറഞ്ഞത്. അപ്പോൾ ബബിത, ഞാൻ ആലോചിക്കുക, അച്ഛൻ ഈ ഫോട്ടോയൊക്കെ കണ്ടാൽ സഹിക്കുമോ ചേച്ചി? ശരിക്കും അമ്മ അച്ഛനെ പറ്റിച്ചു ഇല്ലേ? നമുക്ക് ആരെയും വിധിക്കാനൊന്നും പറ്റില്ല മോളെ. ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്, അത് നടന്നേ തീരൂ. നാളെ നീ ഒരാളെ കല്യാണം കഴിച്ചാൽ എല്ലാം തുറന്നു പറയാൻ സാധിക്കുമോ? ബബിത വല്ലാതെയായി. കല്യാണമൊന്നും എനിക്കിനി വേണ്ട ചേച്ചി, ഒരിക്കലും വേണ്ട. എനിക്ക് വെറുപ്പാണ്. അതിന് അലീന പറയുകയാണ്, മോളെ, അമ്മയും ഒരിക്കൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നിരിക്കും. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് പിടിച്ചു നിൽക്കാനൊക്കെ സാധിക്കും. എനിക്ക് ചേച്ചിയുടെ കൂട്ടുണ്ടല്ലോ. അലീന അവളോട് തർക്കിക്കാൻ പിന്നെ പോയില്ല. ഫോട്ടോ ആൽബങ്ങൾ മാറ്റിവെച്ച് അവർ ഉറങ്ങുവാൻ കിടന്നു. പരസ്പരം ആലിംഗനബദ്ധരായിട്ടാണ് കിടപ്പ്. ഇടയ്ക്ക് ചിലപ്പോൾ അലീനയുടെ കരവലയം ബബിതയുടെ മേൽ മുറുകി. നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പോലെ തോന്നുകയാണ്. നമ്മളെല്ലാം ഒരേ വീട്ടിൽ ജനിച്ചു വളരേണ്ടവരായിരുന്നു, അല്ലേ ചേച്ചി? അലീനയുടെ ദീർഘനിശ്വാസം മാത്രമായിരുന്നു അതിനുള്ള മറുപടി. പിന്നീട് കാണുന്നത് ഔതക്കുട്ടിച്ചായനെയാണ്. ഔതക്കുട്ടിച്ചായൻ ഒരു ഓട്ടോറിക്ഷയിൽ സ്റ്റാൻലിയുടെ ബംഗ്ലാവിലേക്ക് എത്തിച്ചേരുന്നു. അലീനയും ബബിതയും കിച്ചണിലായിരുന്നു. ആൻ്റപ്പൻ വന്ന് വിവരം പറഞ്ഞതേ അലീന പൂമുഖത്തേക്ക് ഇറങ്ങി ഓടി. അവിടെ ചെന്നപ്പോൾ പപ്പയും ഔതക്കുട്ടിച്ചായനും തമ്മിൽ നല്ല ഉഗ്രൻ വാഗ്വാദം നടക്കുകയാണ്. ഔതക്കുട്ടിച്ചായൻ ഒരു ബാഗും തൂക്കിപ്പിടിച്ച് വെള്ള ഷർട്ടും വെള്ള മുണ്ടും ധരിച്ച് തോളത്തൊരു തൂവെള്ള തോർത്തുമിട്ട് വീറോടെ നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പുറത്ത് പപ്പയിൽ നിന്ന് കസറുന്നു. സ്റ്റാൻലി പറയുകയാണ്, ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പച്ചൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നല്ലോ. എടാ ലാലിച്ച, നിനക്ക് അവിടെ എന്തുണ്ട് വിശേഷം എന്നൊരു വാക്ക് വിളിച്ചു ചോദിക്കാൻ തോന്നിയോ? ഇല്ലല്ലോ. കൊള്ളാം. പെണ്ണും പെടക്കൊഴിയും ഒന്നുമില്ലാതെ നീ കാലത്ത് മുതൽ പാതിരാത്രി വരെ കള്ളും മോന്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിലോട്ട് വരാനും വിശേഷം അന്വേഷിക്കാനും എനിക്കെന്നാടാ വട്ടുണ്ടോ? ഔതക്കുട്ടിച്ചാൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. മൂത്ത മകനാണല്ലോ ഞാൻ. ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നല്ലോ. എനിക്ക് മനസ്സില്ലായിരുന്നടാ. ഞാനാണോ അതോ നീയാണോ തമ്മിൽ മൂത്തത്? നിന്റെ തന്തയായ പ്രായം ചെന്നിരിക്കുന്ന ഞാൻ ചത്തോന്ന് നിനക്കറിയണ്ടേ? എൻ്റെ മകനായ നീ ചത്തോന്ന് ഞാൻ കൂടെ കൂടെ തിരക്കിക്കൊണ്ടിരിക്കണം. അത് എവിടുത്തെ ന്യായമാടാ? അതെ, നിന്റെ പട്ടികളോട് പോയി പറ തിരക്കാൻ. എന്നെ കിട്ടത്തൊന്നുമില്ല. പിന്നെന്തിനാണ് പെട്ടിയും കിടക്കയും എല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? ആരെ കാണാനാണ്? നിന്നെ കാണാനൊന്നും വന്നതല്ലടാവുകേ. ഞാൻ എൻ്റെ കൊച്ചിനെ കാണാൻ വന്നതാ. അവൾ വിളിച്ചിട്ടാണ് വന്നത്. അവതക്കുട്ടിച്ചാൻ ചേർത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നീ എന്നാടാവുകയെ വലിയ കേണലായത്? എൻ്റെ മടിയിൽ കിടന്ന് അപ്പിയിടുകയും മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുള്ളവനല്ലേടാ നീ. ഇത് അവതക്കുട്ടിച്ചായൻ്റെ ആവനാഴിയിലെ അവസാനത്തെ ഐറ്റമാണ്. പതിവ് പോലെ ഈ ഒളിയമ്പ് വന്ന് തറച്ചയുടൻ സ്റ്റാൻലിയുടെ എല്ലാ ആയുധങ്ങളുടെയും മൂർച്ച പോയി. അവതക്കുട്ടിച്ചായൻ പറഞ്ഞത് ആരെങ്കിലും കേട്ടോ എന്ന് അയാൾ തല തിരിച്ചു നോക്കി. ഒവ്. പിന്നിൽ വാതുക്കൽ അലീന നിൽക്കുന്നു. അതിന് തൊട്ടുപുറകിൽ ബബിത. സ്റ്റാൻലിക്ക് ക്ഷീണമായി. അവളും കേട്ടല്ലോ. സ്റ്റാൻലി അപ്പോൾ വിധിയെ പഴിക്കുന്ന മട്ടിൽ ആരോടൊന്നില്ലാതെ പിറുപിറുക്കുകയാണ്. ഛേ, നാണോ മാനോ ഇല്ലെങ്കിൽ മനുഷ്യൻ എന്തൊക്കെയാ വിളിച്ചു പറയാൻ മേലാത്തത്. തുടർന്ന് അയാൾ അംഗരക്ഷകരായ 2 കൂറ്റൻ നായ്ക്കളെയും കൂട്ടി നീളൻ വരാന്തയിലൂടെ നടന്ന് വീടിനുള്ളിലേക്ക് പോയി. അലീന ഔതക്കുട്ടിച്ചായൻ്റെ മുൻപിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറയുകയാണ്, വല്യപ്പച്ച, ആ കൈ ഇങ്ങ് തന്നേ. ഔതക്കുട്ടിച്ചായൻ വലത് കൈയിലെ ബാഗ് ഇടത് കൈയിലേക്ക് മാറ്റിയിട്ട് കൈ നീട്ടി. അലീന ആ കൈ പിടിച്ച് ഒരു ഉഗ്രൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഒരടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാ, പക്ഷെ നടന്നില്ല. ഔതക്കുട്ടിച്ചായൻ അവളെ ചേർത്ത് പിടിച്ച് നേരെ നിർത്തി ആകെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, ക്ഷീണമാണല്ലോടി കൊച്ചേ നിനക്ക്. അവൾ അയാളുടെ തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ചു. വല്യപ്പച്ചന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അല്ല, ഇന്നെന്താ ഓട്ടോറിക്ഷയിൽ വന്നത്? കൊട്ടാരമറ്റത്ത് വാഹന ഹർത്താലും വല്ലതും ഉണ്ടായിരുന്നോ? ജീപ്പ് റിപ്പയറിങ്ങാ. കാറും കൊണ്ട് റോബിച്ചൻ രാവിലെ കൊട്ടാരക്കരയ്ക്ക് പോയി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇങ്ങ് എത്താമെന്ന് മനസ്സിൽ കരുതി ഞാൻ പുനലൂർ സ്റ്റാൻഡിൽ നിന്ന് കുളത്തുപ്പുഴ ഫാസ്റ്റ് പിടിച്ചു. കഴിഞ്ഞോടി കാപ്പിയുടി? ഇല്ലില്ല. പിന്നെ വല്യപ്പച്ച, ഇത്തവണ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. എൻ്റെ കൂടെ വന്നതാ. ഗസ്റ്റോ?
ആര്? പപ്പ പണ്ട് സ്നേഹിച്ച പെണ്ണിനെ വല്യപ്പച്ചൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവനന്ന് ഏതോ ഒരുത്തിയുടെ ഫോട്ടോ എന്നെ കാണിച്ചിട്ടുണ്ട്, അതല്ലാതെ പെണ്ണിനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഏതോ ഒരുത്തി അല്ല, വൈജയന്തി, എൻ്റെ അമ്മ. അവതക്കുട്ടിച്ചായൻ ഒന്ന് അമ്പരന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അവളാണോ നിന്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്? ആ, അവള് തന്നെ. വാ, കാണിച്ചു തരാം. അലീന അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഹാളിൽ നിന്നിരുന്ന ബബിതയെ അവൾ കൈയാട്ടി വിളിച്ചു. ഇങ്ങി വാ. ബബിത അപ്പോൾ മടിച്ചു മടിച്ച് അവരുടെ സമീപത്തേക്കെത്തി. ഇതാണ് സാക്ഷാൽ വൈജയന്തി. ഇവളെ കാണാതെ അല്ലേ വല്യപ്പച്ചൻ അന്ന് കല്യാണം മുടക്കി കളഞ്ഞത്? ഔതക്കുട്ടിച്ചായൻ ബബിതയെ അടിമുടിയൊന്ന് നോക്കി. കൗമാരം വിട്ടുമാറാത്തൊരു പെൺകിടാവ്, കൂടി വന്നാൽ 20 21 വയസ്സ്. ലാലിച്ചൻ പ്രേമിച്ച പെണ്ണാണത്രേ. അയാൾ നെറ്റി ചുളിച്ച് അലീനയെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുക, നീ എന്നെ കളിയാക്കുക? എൻ്റെ വല്യപ്പച്ച ആ വൈജയന്തിയുടെ മോളാണിത്. ഇപ്പം മനസ്സിലായോ? പപ്പയ്ക്ക് പോലും സംശയം പഴയ വൈജയന്തിയാണോ ഇതെന്ന്. ഔതക്കുട്ടിച്ചായൻ ബബിതയുടെ മുഖത്തേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. വൈജയന്തി അയാൾ മുമ്പ് കണ്ടിട്ടില്ല. അന്ന് ലാലിച്ചൻ ക്രിസ്ത്യാനിയല്ലാത്ത ഏതോ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നും വീട്ടുകാരെല്ലാവരും കൂടി കല്യാണം നടത്തി കൊടുക്കണമെന്നും പറഞ്ഞ് പുനലൂരിൽ വന്നപ്പോൾ തറവാട്ടു താഴ്വഴിയിലെ സകല കുടുംബക്കാരെയും വിളിച്ചു വരുത്തി അവനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതും ഒടുവിൽ അവൻ ദുഃഖിതനായി രാത്രി വീട് വിട്ടിറങ്ങിപ്പോയതും ഔതക്കുട്ടിച്ചായൻ നിന്ന നിൽപ്പിൽ പെട്ടെന്നോർത്തു. പിറ്റേന്ന് തന്റെ പെങ്ങൾ അച്ചാമ്മയുടെ മകൻ ചെറിയാനാണ് വന്ന് പറഞ്ഞത് ലാലിച്ചൻ കാറിടിച്ച് നടുവൊടിഞ്ഞ് ബോധമില്ലാതെ എറണാകുളത്തെ ആശുപത്രിയിൽ കിടപ്പുണ്ടെന്ന്. ഇതുപോലൊരു പെണ്ണിനെയായിരുന്നോ അവൻ അന്ന് സ്നേഹിച്ചത്? ഔതക്കുട്ടിച്ചായൻ വായും പൊളിച്ച് ബബിതയെ തന്നെ നോക്കി അല്പനേരം നിന്നു. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അലീന വൈജയന്തിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഔതക്കുട്ടിച്ചായന് ബോധ്യമായി ബബിത വൈജയന്തിയുടെ തനി പകർപ്പ് തന്നെയാണെന്ന്. അലീന അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മകൻ വന്ന് കാലു പിടിച്ചപ്പം അത് നടത്തിക്കൊടുക്കാതിരുന്നത് വല്ലാത്ത കഷ്ടമായി പോയി കേട്ടോ വല്യപ്പച്ച. ഔതക്കുട്ടിച്ചായന് വല്ലാത്ത ജാള്യം തോന്നി. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ അന്ന് കണ്ടോ പെണ്ണിനെ? ആ, കണ്ടിരുന്നെങ്കിൽ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. അലീന വിടുന്നില്ല. എൻ്റെ കൊച്ചെ, അത് കാലം വേറെയാണ്, ഇത് കാലം വേറെ. അന്ന് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നുള്ളൂ. ഇപ്പോഴിരുന്ന് അതേപ്പറ്റി ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് ക്ലോക്ക് തിരിച്ചു വെക്കുന്നത് പോലെ പുറകോട്ട് തിരിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അലീന, വല്യപ്പച്ച, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അന്ന് ഉച്ചതിരിഞ്ഞ് ഊണ് കഴിഞ്ഞുള്ള മയക്കവും ചായകുടിയും കഴിഞ്ഞ് തോട്ടത്തിലേക്ക് പോകുവാൻ ഒരുങ്ങവേ സ്റ്റാൻലി അലീനയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ തോട്ടത്തിലേക്ക് വരുന്നുണ്ടോ? എന്തിന്? എത്ര ദിവസമായി നീ അവിടെ വന്നിട്ട്? അവിടുത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കണ്ടേ? നീ ഭരണം പിടിച്ചെടുത്തതിൽ പിന്നെ ഞാൻ അവിടുത്തെ കണക്കുകളൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ഭരണം പിടിച്ചെടുത്തെന്നോ? ആ, അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ നീ വരുത്തിയില്ലേ? ഓഫീസിന്റെ സെറ്റപ്പ് മാറ്റി, വെറുതെ ഇരിക്കുന്ന തൊഴിലാളികളുടെ ശമ്പളം കൂട്ടി, ഏതെങ്കിലും കിണറ്റിൽ നിന്ന് നല്ല ശുദ്ധജലം കോരിക്കൊണ്ടുവന്ന് കുടിച്ചുകൊണ്ടിരുന്ന അവർക്ക് പൈപ്പിൽ കൂടി ക്ലോറിൻ വെള്ളം കൊടുക്കാനുള്ള പദ്ധതി ഇട്ടു. പിന്നെ എന്തൊക്കെയായിരുന്നു ഝാൻസി റാണിയുടെ പരിഷ്കാരങ്ങൾ? അതൊക്കെ ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്നെങ്കിലും നോക്കണ്ടേ, എൻ്റെ തോട്ടം പൂട്ടുന്നതുവരെയെങ്കിലും. അപ്പോൾ അലീന ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതൊക്കെ ഞാൻ പെട്ടെന്ന് പൂട്ടിത്തരാം. അവളെ ഒന്ന് പറഞ്ഞയച്ചോട്ടെ പപ്പ, എന്നും കൂടിയല്ലേ ഉള്ളൂ അവളിവിടെ. ഉടനെ സ്റ്റാൻലി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരെ ആരെ പറഞ്ഞയച്ചോട്ടെ എന്ന്? ബബിതയെ. ആ കുട്ടിക്ക് ഉടനെ തിരിച്ചു പോണോ? പപ്പയല്ലേ പറഞ്ഞത് വിളിച്ചോണ്ട് വന്നാൽ 1 2 ദിവസത്തിനകം തിരിച്ചയച്ചേക്കണമെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അല്ലെങ്കിൽ അവളെ തന്നെ വിളിച്ചു ചോദിക്കാം, അവളും കേട്ടതാ. നമ്മൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം എങ്ങനെയാ ആ കുട്ടി കേട്ടത്? അവളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പപ്പ ഭയങ്കര ഒച്ചയിൽ ഷൗട്ട് ചെയ്യുമല്ലായിരുന്നോ? നിനക്ക് ചെല്ലുന്നിടത്തെല്ലാം അനുജത്തിമാരും ബന്ധുക്കളും ഉണ്ട്. അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇത്രയും നാളും അവിടെ പോയി കിടന്നത്? ഇനി ഇങ്ങോട്ട് കെട്ടിവലിച്ചുകൊണ്ട് വരണോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. നിനക്ക് 1500 അനാഥാലയങ്ങളുണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കൊള്ളണം, എൻ്റെ വീട്ടിലോട്ട് വരണ്ട. എന്തെല്ലാമായിരുന്നു പപ്പ എന്ന് വിളിച്ചു പറഞ്ഞത്? ഇതൊന്നും ഓർക്കുന്നില്ലേ? ഷോ, അതൊക്കെ ആ കുട്ടി കേട്ടോ? പിന്നെ കേൾക്കാതെ ഭയങ്കര ദേഷ്യമല്ലായിരുന്നോ പപ്പയ്ക്കെന്ന്? കൂട്ടിക്കൊണ്ടു വന്നാൽ 1 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞയച്ചേക്കണം. എനിക്ക് അവളുടെ പേര് പോലും കേൾക്കണ്ട. അത് പറഞ്ഞതുപോലും അവൾ കേട്ടു. അവൾക്ക് പിന്നെ ഒട്ടും മനസ്സില്ലായിരുന്നു എൻ്റെ കൂടെ വരാൻ. ഞാൻ ഒരുപാട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാ. അപ്പോഴേക്കും സ്റ്റാൻലി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ ഫോൺ ചെയ്യുമ്പോൾ നീ എന്തിനാ മറ്റുള്ളവരെ പിടിച്ച് അടുത്തു നിർത്തുന്നത്? നമുക്കൊരു പ്രൈവസി ഇല്ലേ? അത് കീപ്പ് ചെയ്യണ്ടേ? ഞാൻ ഓർത്തോ പപ്പ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുമെന്ന്? അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പോട്ടടി മോളെ, സാരമില്ല, പപ്പയുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. പപ്പയ്ക്ക് അവളെ ഇഷ്ടമല്ലെന്നൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. തുടർന്ന് അലീന കൺകോണിലൂടെ പപ്പയെ ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, സാരമില്ല പപ്പ, അവൾ നാളെ രാവിലെ സ്ഥലം വിട്ടോളും. അതോടെ ആ ശല്യം അങ്ങ് തീരും. പിന്നെ നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. അപ്പോൾ സ്റ്റാൻലി ഗൗരവത്തോടെ പറയുകയാണ്, നാളെ തന്നെ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവൾ പൊയ്ക്കോട്ടെ പപ്പ. പപ്പയ്ക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ അവൾക്കും ബുദ്ധിമുട്ടാണ്. അത് പിന്നെ ആർക്കായാലും അങ്ങനെ തന്നെയല്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെയും പപ്പയുടെയും കൂടെ ഇവിടെ കുറച്ച് ദിവസം താമസിക്കണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു.
ആ, സാരമില്ല, പോട്ടെ. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? എൻ്റെ അനുജത്തിയാണെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷൻ. എവിടെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള അനുജത്തിമാർ? ഏതെല്ലാം വകുപ്പിൽ? അത് പിന്നെ പോട്ടെന്ന് വെക്കാം. പക്ഷേ പപ്പയോട് ചോദിച്ചാൽ പപ്പ എന്തു പറയും? ഞാൻ പണ്ട് കല്യാണത്തിന് മുമ്പ് ആഗ്രയിൽ വെച്ച് ജോലി ചെയ്തിരുന്ന കാലത്ത് സ്നേഹിച്ച പെണ്ണ് പിന്നീട് അവളെ വേറൊരു കല്യാണം കഴിച്ചപ്പോൾ അതിലുണ്ടായ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും കേൾക്കുന്നവർ 1.5 കിലോമീറ്റർ നടന്നു പോയി കഴിയും. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, നീയും കൂടി ചേർന്ന് ആ കുട്ടിയോട് പറഞ്ഞു കാണും ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്നും മുട്ടാളനാണെന്നും എനിക്ക് ആരെയും കണ്ണെടുത്താൽ കണ്ടുകൂടാന്നൊക്കെ അല്ലേ? പപ്പ, അതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും അവൾക്കറിയാം. ഇവിടെ വന്ന് കണ്ടപ്പോഴേ അവൾക്ക് ആളെ മനസ്സിലായി. തീരെ ബുദ്ധിയില്ലാത്തോളൊന്നും അല്ലല്ലോ അവള്. സാധാരണ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ഇറങ്ങിച്ചെന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് അവരെ സ്വീകരിക്കും. ഇവിടെ പക്ഷെ പപ്പ എന്താ ചെയ്തേ? മുറിയിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാതെ ഫയൽവാനെ പോലെ മസിലും പിടിച്ചു നിന്നു. പിന്നെ രാത്രിയിൽ അത്താഴമേശയിൽ കണ്ടപ്പോൾ വെരി നൈസ് ടു മീറ്റ് യു എന്നൊരൊറ്റ വാചകം. ഇന്നലെയുണ്ടായ ചോരക്കുഞ്ഞിനെ കണ്ടാലും അന്ത്യശ്വാസം വലിക്കാൻ കിടക്കുന്ന അപ്പൂപ്പനെ കണ്ടാലും പപ്പ പറയാനുള്ള സ്ഥിരം ഡയലോഗാണത്. അതും പോട്ടെന്ന് വെക്കാം. നമുക്ക് ഇന്നലെ ഒരു ഗസ്റ്റ് വന്നിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങി വെച്ചുണ്ടാക്കാൻ പപ്പ പറഞ്ഞു. പൗലോസിയേട്ടൻ്റെ പതിവ് മെനു അത്ര തന്നെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സൽക്കരിച്ചോണ്ടല്ലേ നമ്മുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തേണ്ടത്. അതൊന്നും കിട്ടാതെ വന്നപ്പോൾ അവൾക്കും കാര്യം മനസ്സിലായി. അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി അലീനയുടെ നേർക്ക് ക്രൂദ്ധനായി നോക്കി. എന്നിട്ട് ഇറങ്ങിയൊരൊറ്റ നടത്തം. ഷെഡിൽ കയറി ജീപ്പും എടുത്ത് നേരെ തോട്ടത്തിലേക്ക്. ആ സമയത്ത് ബബിത സിറ്റ് ഔട്ടിലേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുക, എന്തായിരുന്നു അപ്പനും മോളും കൂടെ വലിയ ഡയലോഗടിയൊക്കെ? അലീന അപ്പോൾ ജീപ്പ് പോയ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഭയങ്കര സാധനം തന്നെ. ആര്? പപ്പയോ? ആ, പപ്പയ്ക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നീ നാളെ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. നീ അങ്ങനെ പോകരുതെന്നും നിന്നെ ഇഷ്ടമാണെന്നും കുറച്ചു ദിവസം കൂടെ ഇവിടെ താമസിക്കട്ടെ എന്നൊക്കെ പറയണമെന്നും പപ്പയുടെ മനസ്സിലുണ്ട്. പക്ഷേ വാ തുറന്ന് പറയാനൊരു മടി. ഞാൻ കമ്പിട്ട് കുത്തിയിളക്കി നോക്കി. ആ നാക്ക് എവിടാ കിടക്കുന്നതെന്ന്. എവിടുന്ന്? പഠിച്ച പണി 18 പയറ്റിയിട്ടും ഒരു രക്ഷയില്ല. സ്റ്റാൻലി തോട്ടത്തിൽ നിന്നും തിരികെ എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞു. അലീനയും ബബിതയും ഡൈനിങ് റൂമിൽ ചില്ലറ പണികളിലായിരുന്നു. സ്റ്റാൻലി നേരെ ഊണുമുറിയിലേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചി തൂക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അയാളത് അലീനയുടെ നേർക്ക് നീട്ടി. ഇതെന്താ പപ്പ? ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. അനാർ. അയ്യോടാ, ഇതെവിടെ നിന്ന് കിട്ടി? ഞാൻ ടൗണിൽ പോയപ്പം അവിടെ ഇരിക്കുന്നത് കണ്ട് വാങ്ങിച്ചതാ. പപ്പ അങ്ങനെ പുറത്തുപോയി ഒന്നും വാങ്ങിക്കുന്ന പതിവില്ലല്ലോ. ആ, ഇന്ന് ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി, വാങ്ങി. അത്രേ ഉള്ളൂ. അത് വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഇത്രയും വലിയ ഗൗരവത്തിൽ പറഞ്ഞിട്ട് സ്റ്റാൻലി തിരികെ നടന്നു. അലീന ബാസ്ക്കറ്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് സഞ്ചിയിലെ ഫ്രൂട്ട്സ് കുടഞ്ഞിട്ടു. യോ, പോമിഗ്രാനറ്റ്, മാതള നാരങ്ങ. ബബിത അതൊരെണ്ണം എടുത്ത് മുകളിലേക്ക് ഇട്ടിട്ട് പിടിച്ചെടുത്തു. പപ്പ വേറെന്തോ പേര് പറഞ്ഞല്ലോ. ആ, അനാർ. അത് ഹിന്ദി. നിനക്കിഷ്ടമാണോ ഇത്? എനിക്കല്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാർക്കറ്റിൽ ഇത് കിട്ടാറുള്ളപ്പോഴൊക്കെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വരും. ശരിയാ, ഞാൻ ഓർക്കുന്നു. അലീനയുടെ മിഴികളിൽ അതിശയം വിടർന്നു. എന്നിട്ട് അലീന പറയുകയാണ്, എൻ്റെ യേശുവേ, കള്ളന് കഞ്ഞി വെച്ചൊരു പപ്പയാണല്ലോ എനിക്ക് കിട്ടിയത്. എടി മോളെ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്നേ വരെ മാർക്കറ്റിൽ കയറിയിട്ടില്ലാത്ത പപ്പ. ബബിതയ്ക്കും അത് കേട്ടിട്ട് അതിശയമായി. സ്റ്റാൻലി വേഷം മാറി മേൽ കഴുകി വന്ന് കുപ്പിയും ഗ്ലാസും സോഡയും എടുത്ത് ടീപ്പയ്ക്കുമേൽ വെച്ചതേ ഉള്ളൂ. അപ്പോഴാണ് അലീന വാതുക്കൽ വന്ന് മുട്ടി വിളിച്ചിട്ട് അകത്തേക്ക് കയറിയത്. അവളുടെ കയ്യിൽ ഒരു ബൗളും സ്പൂണും. ബൗളിനുള്ളിൽ മാണിക്കക്കല്ലുകൾ പോലെ മാതള നാരങ്ങ അല്ലികൾ. മുറിയിലെ അന്തരീക്ഷം കണ്ടുകൊണ്ട് അലീന ചോദിക്കുകയാണ്, സന്ധ്യ മയങ്ങുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ? അതാരാ സന്ധ്യ? നിന്റെ കൂട്ടുകാരിയാ? ഹാ, നല്ല മൂഡിലാണല്ലോ. തോട്ടത്തിലോട്ട് പോയപ്പോൾ കണ്ട ആളല്ലല്ലോ തിരിച്ചു വന്നപ്പോൾ. സ്റ്റാൻലി കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കുന്നതും നോക്കി അലീന കസേരയുടെ പിറകിൽ വന്നു നിന്നു. എന്നിട്ട് പറയുകയാണ്, അളവ് തെറ്റല്ലേ കേണല്ലേ? തുടർന്ന് സ്റ്റാൻലിയുടെ 2 തോളിൻ്റെയും മീതെ കൂടി 2 കൈയുമിട്ട് ബൗൾ അയാളുടെ മുഖത്തിന് താഴെ പിടിച്ചു. അതിൽ നിന്നും ഒരു സ്പൂൺ കൊണ്ട് മാതള നാരങ്ങ അല്ലികൾ കോരി സ്റ്റാൻലിയുടെ വായ്ക്ക് നേരെ നീട്ടി. സ്റ്റാൻലി വാ തുറന്ന് അത് സ്വീകരിച്ചു. വൈജയന്തിക്ക് വലിയ ഇഷ്ടമായിരുന്നു പപ്പ ഇത്. സ്റ്റാൻലി ഞെട്ടിയതുപോലെ തല തിരിച്ച് അവളെ നോക്കി. ആര് പറഞ്ഞു? പറഞ്ഞതാരും ആയിക്കോട്ടെ, ശരിയാണോന്ന് പറ. ആ, ഇഷ്ടമാണെന്ന് തോന്നുന്നു. അലീന ഒരു കുസൃതിയോടുകൂടി അപ്പോൾ ചോദിക്കുകയാണ്, പപ്പ ഇത് വൈജയന്തിക്ക് അന്ന് വാങ്ങിക്കൊടുക്കുമായിരുന്നോ? അങ്ങനെ തോന്നുന്നു. ചിലപ്പോഴൊക്കെ. ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴാ? പ്രേമിച്ചിരുന്ന കാലത്തോ അതോ ഒന്നിച്ച് താമസിച്ചിരുന്നപ്പോഴോ? ഒന്നിച്ച് താമസിച്ചിരുന്നപ്പോൾ. അലീന വീണ്ടും മാണിക്യ അല്ലികൾ സ്പൂണിൽ കോരിക്കൊടുത്തു. എന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ്, വൈജയന്തി പപ്പയോട് പറയുമായിരുന്നോ വാങ്ങിച്ചുകൊണ്ട് വരാൻ? പറയുമായിരുന്നു. പപ്പ എന്നും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നോ? ഗർഭിണിയായിരുന്നപ്പോൾ അവൾക്ക് ഇത് മാത്രം മതിയായിരുന്നു. മറ്റെന്ത് കഴിച്ചാലും മനം പുരട്ടുമായിരുന്നു. ആ വാക്കുകൾ അലീനയുടെ ഉള്ളിൽ ഒരു കുളിർ കോരിയിട്ടു.
കയ്യിലിരുന്ന ബൗള് അവൾ ടീപ്പോയ്ക്ക് മേൽ വെച്ചിട്ട് പപ്പയുടെ കഴുത്തിലൂടെ കൈ മുന്നോട്ടിട്ട് ആശ്ലേഷിച്ചു. അയാളുടെ വലിയ ശിരസിൽ താടി ഊന്നിക്കൊണ്ട് ചോദിക്കുകയാണ്, പപ്പ പപ്പ ഇത് ബബിതയ്ക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് പറയുമ്പോൾ സ്റ്റാൻഡിയുടെ ശബ്ദം ദുർബലമായി. എനിക്ക് മനസ്സിലായി പപ്പ, ബബിതയെ പപ്പയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൾ ഇവിടെ താമസിക്കുന്നത് പപ്പയ്ക്ക് ഇഷ്ടമാണെന്നും അറിയാം. അലീനയുടെ ഒച്ച നേർത്തു. പപ്പയെപ്പറ്റി അവൾ മോശമായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ പപ്പ നല്ലതാണെന്നേ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ. അത് വെറുതെ പറയുന്നതല്ല, എനിക്കറിയാം എൻ്റെ പപ്പ നല്ലതാണെന്ന്. സ്നേഹമുള്ളൊരു സിംഹത്തിൻ്റെ മനസ്സാണ് എൻ്റെ പപ്പയുടേതെന്ന്. അത് പറയുമ്പോൾ അലീനയുടെ കണ്ടമിടറി. സ്റ്റാൻഡിയുടെ കഷണ്ടിയുടെ തിളക്കത്തിൽ ഒരു കണ്ണുനീർ തുള്ളി വീണു. അലീന നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് നിവർന്നു. എന്നിട്ട് പറയുകയാണ്, അത് കഴിച്ചു തീർത്തേക്കണം കേട്ടോ. അവൾ ആ സ്പൂണ് ബൗളിലേക്ക് വെച്ചിട്ട് മുറി വിട്ടിറങ്ങിപ്പോയി. ടീപ്പോയ്ക്ക് മേലിരുന്ന ബൗൾ സ്റ്റാൻലി കയ്യിലെടുത്തു. അതിലെ അല്ലികൾ അയാൾ സ്പൂണിൽ കോരി. ആ മാണിക്യ അല്ലികളുടെ തിളക്കത്തിൽ അയാൾ വൈജയന്തിയെ ഓർത്തു. അവളുടെ ഉദരത്തിൽ രൂപം കൊണ്ടിരുന്ന കുരുന്നു ജീവനെ ഓർത്തു. അവളാണിപ്പോൾ ഈ മുറിയിൽ വന്നിട്ട് പോയതെന്നും ഓർത്തു. ഏതോ സ്നേഹലാളനകളുടെയും നിർവൃതിയുടെയും പനിനീരിൽ നനഞ്ഞു കുതിർന്നൊരു സ്പോഞ്ച് കഷ്ണമാണ് താനെന്ന് അയാൾക്ക് തോന്നി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ.